അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. മഴയൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ മുളക് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒരു വലിയ ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് ഈ മുളക് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കിലോ മുളകാണ് എടുത്തിട്ടുള്ളത്. 2 കൈ വെച്ചിട്ട് ഈ മുളക് നന്നായി കഴുകിയതിന് ശേഷം മറ്റൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് കഴുകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തണ്ടോടും കൂടി വെള്ളം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം രണ്ടാമത്തെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് മുളക് കഴിട്ടുള്ള വെള്ളം മൊത്തം കച്ചറായിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് നിലത്തേക്ക് ഒഴിച്ച് കളയാം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല മണ്ണ് കിടക്കുന്നുണ്ട്, കണ്ട. പല സ്ഥലത്തായിട്ട് ഇട്ടിട്ട് കൊണ്ടുവരുന്ന മുളകായതുകൊണ്ട് തന്നെ ഇതിലിഷ്ടംപോലെ പൂയി മണ്ണൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഷ്ടംപോലെ ഇതുപോലെ കച്ചറകളൊക്കെ ഇതിൽ കാണും. വെള്ളം ഊറ്റിക്കളഞ്ഞപ്പോൾ മുളകിൽ നിന്ന് വന്ന മണ്ണാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇത്രയും മണ്ണൊക്കെ ഞങ്ങളെ വയറ്റിലാണ് പോവാൻ. ഇത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുളകിൻ്റെ സീഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ചെടുക്കാം. ശേഷം അതേ ബക്കറ്റിൽ തന്നെ മുകളിലോട്ടായിട്ട് ഒരു ഷാള് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് മൂന്നാമതായിട്ട് ഒരു ബക്കറ്റിലിട്ടിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. ശേഷം ഈ ഷാളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് മുളക് വെള്ളം ഊറ്റിയിട്ട് ഷാളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഈ ഷാൾ നമുക്കൊന്ന് നന്നായി ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഈ കെട്ടി വെച്ചിട്ടുള്ള മുളക് എടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഫുള്ളിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതൊന്ന് ഡ്രെയിനായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ പകുതി മുക്കാൽ ഭാഗത്തോളം മുളക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാവുന്നതാണ്. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കൂടിയത് കാരണം എനിക്ക് ലാസ്റ്റ് തൊട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.